ഹായ് ഗായ്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് സ്നാപ്ചാറ്റിൽ എങ്ങനെ നിങ്ങൾക്ക് ടാഗും മെൻഷനും ചെയ്യാമെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഫോട്ടോ എടുത്തും ടാഗ് ചെയ്യാൻ സാധിക്കും, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഗാലറിയിൽ നിന്നും ചൂസ് ചെയ്ത് ഫോട്ടോ ആഡ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഞാൻ ഗാലറിയിൽ നിന്ന് ഒരു ഫോട്ടോ ചൂസ് ചെയ്തിരിക്കുകയാണ്. ഫോട്ടോ ചൂസ് ചെയ്ത പിന്നെ നിങ്ങൾക്കവിടെ 3 ഡോട്ട്സ് കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ കുറേ ഓപ്ഷനൊക്കെ വരുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് എഡിറ്റ് സ്നാപ്പ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ രണ്ട് ഫേസ് ആയിരിക്കും അവിടെ റീലോഡായി എത്തുന്നത്. പിന്നെ നിങ്ങൾക്കവിടെ ടി എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ ടി എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കവിടെ മുമ്പിൽ തന്നെ @ ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് അവിടെ ആരുടെയാണോ മെൻഷൻ ചെയ്യേണ്ടത് അവരുടെ യൂസർ നെയിം അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം. യൂസർ നെയിം ടൈപ്പ് ചെയ്ത് കൊടുത്ത പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് റൈറ്റിലേക്ക് സ്വൈപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഏ ഫോണ്ട് വേണമെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാനും ആഡ് ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ആഡ് ചെയ്ത പിന്നെ നിങ്ങൾക്കിതിൻ്റെ സൈസ് കുറയ്ക്കാനും കൂട്ടാനും ഒക്കെ സാധിക്കും. പിന്നെ നിങ്ങൾക്കിതിനെ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാനും സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് മെൻഷൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്കവിടെ ബോക്സ് ടൈപ്പ് ഒരു ഐക്കൺ കാണാൻ സാധിക്കും. അതിനെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷനൊക്കെ കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് മെൻഷൻ എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും. ആ മെൻഷൻ എന്ന ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനത്തെ രണ്ട് ഫേസ് കാണാൻ സാധിക്കും. അവിടെ നിങ്ങൾക്ക് @ ഒന്നും ഇടേണ്ട ആവശ്യമില്ല. അവിടെ നിങ്ങൾ ആരോടെയാണോ മെൻഷൻ ചെയ്യേണ്ടത് അവരുടെ യൂസർ നെയിം മാത്രമേ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ നിങ്ങൾക്ക് മുമ്പ് ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ സാധിക്കും. പിന്നെ നിങ്ങൾ ടാഗ് ചെയ്ത യൂസർ നെയിമിൻ്റെ കളറൊക്കെ ചേഞ്ച് ചെയ്യാൻ സാധിക്കും. അതിനായി നിങ്ങൾ ജസ്റ്റ് യൂസർ നെയിമിൻ്റെ മീതെ ക്ലിക്ക് ചെയ്താൽ മതി. ആ കളറൊക്കെ ചേഞ്ച് ആവും. പിന്നെ നിങ്ങൾക്ക് ഇതിനെ എവിടെ വേണമെങ്കിലും സെറ്റ് ചെയ്യാൻ സാധിക്കും. പിന്നെ നിങ്ങൾക്ക് ആ യൂസർ നെയിമിൻ്റെ ഒക്കെ ഡിലീറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ചെയ്താൽ മതി. ആ യൂസർ നെയിമിനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. അപ്പോൾ ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്കും സ്നാപ്ചാറ്റിൽ മെൻഷൻ ഇല്ലെങ്കിൽ ടാഗ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക.